എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ ഈ ഗവർണറും ഈ സർക്കാരുമാണെങ്കിൽ അപ്പുറയും ഇപ്പുറയും ഇവർ രണ്ടുപേരുമാണ് നിൽക്കുന്നതെങ്കിൽ ഹോപ്പ് വേണ്ട, ഒരു പ്രതീക്ഷയും വേണ്ട. കാരണം ഈ രീതിയിലേ പോവുകയുള്ളൂ അല്ലെ ശ്രീ ജോസ് സാർ? ഗവർണർ ഒരാളെ നിയമിക്കുകയാണെങ്കിൽ അതൊരു സർക്കാരിലെ ഉയർന്ന ഒരു ജീവനക്കാരനോ ആണെങ്കിൽ പോലും, ഇതിപ്പോൾ സിസ തോമസിന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുകയും ചെയ്തുവല്ലോ. അവർ സീനിയർ ജോയിന്റ് ഡയറക്ടർ ആയിരുന്നു. അവർക്ക് അവസാനം പെൻഷൻ പോലും വാങ്ങാൻ പറ്റാത്ത രീതിയിൽ കുടുക്കുകളിൽ ചെന്ന് ചാടേണ്ടി വന്നു. കാരണം ഗവർണറുടെ നോമിനിയായിട്ട് സർവകലാശാലയിൽ പോയി വൈസ് ചാൻസലർ പദവി ഏറ്റെടുത്തതായിരുന്നു അവർ ചെയ്ത തെറ്റ്. അതിന്റെ പേരിലാണല്ലോ പെൻഷൻ പോലും മുടങ്ങിയത്. ഇതിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും, ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇവർ രണ്ടുപേരുമാണ് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നത് എങ്കിൽ ഈ സർക്കാരും ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ പദവിയിലും. മഞ്ജുഷ, അതിൻ്റെ ഒരു ചെറിയ ചിത്രമല്ലേ ഇപ്പോൾ നമ്മുടെ രണ്ട് പാനലിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ വാദിഭാഗവും പ്രതിഭാഗവും തമ്മിലുള്ള വാദം പോലെ കോടതിയിൽ വാദിക്കുന്ന പോലെയാണ് വാദിക്കുന്നത്. ഒരു പക്ഷം ഒരു ബഹുമാനപ്പെട്ട മെമ്പർ ഗവൺമെൻറ് ചെയ്യുന്ന നടപടിയെ പൂർണ്ണമായി സാധൂകരിക്കുന്നു, മറ്റേ മെമ്പർ അദ്ദേഹം ഗവർണർ ചെയ്ത നടപടിയെ സാധൂകരിക്കുന്നു. ഇതിൻ്റെ മധ്യത്തിലുള്ള പ്രശ്നമാണ്. ഇവരിടയ്ക്കിടയ്ക്ക് ഈ ധാർമ്മിക പ്രശ്നം പറയുന്നുണ്ട്, കുട്ടികളുടെ ഭാവിയെക്കുറിച്ചൊക്കെ വളരെ ആശങ്ക പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് വളരെ മിതമായി ചോദിക്കാനുള്ളത്, ഈ ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് മഞ്ജുഷേ, ഈ തരത്തിലുള്ള ഈ സംവാദമാണോ നമുക്ക് ആവശ്യം? അനന്തമായി ഇങ്ങനെ നീളുന്നതായിട്ടുള്ള ഞാനാണ് ശരിയെന്ന് ഞാൻ പറയുകയും മഞ്ജുഷാണ് ശരിയെന്ന് മഞ്ജുഷ പറയുകയും ചെയ്തുകൊണ്ടിരുന്നാൽ ഇതൊരിക്കലും യോജിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അതിൻ്റെ തിക്തക ഫലങ്ങൾ അനുഭവിക്കുന്നത് ആരാണ് എന്ന ചോദ്യം നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് മഞ്ജുഷേ, ഇത് ഈ തരത്തിലുള്ള വാദങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞു, വിദ്യാർത്ഥി സംഘടനകളും അതുപോലെ എല്ലാവരും ഇതിനെ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ സൂചന ഇപ്പോൾ തന്നെ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് ഒരു നിമിഷം പോലും ഇന്ന് അതിന്റെ സൂചന കണ്ടു, മഞ്ജുഷ കണ്ടു കാണും എന്നാണ് എൻ്റെ വിചാരം. അതായത് ഡിജിറ്റൽ സർവകലാശാലയിൽ വൈസ് ചാൻസലറായി പ്രവേശിച്ചതായിട്ടുള്ള അദ്ദേഹം പ്രവേശിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ ശക്തമായിട്ടുള്ള ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിൽ വൈസ് ചാൻസലറായി ശിവപ്രസാദ് ചാർജ് എടുക്കാൻ പോയപ്പോൾ അവിടുത്തെ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് ശക്തമായി പ്രതിഷേധിച്ചു. അത് അവരുടെ കാര്യം, അപ്പോൾ അത് ഒരു സൂചനയാണ്. എന്നാൽ സീസ തോമസ് ചാർജ് എടുത്തപ്പോൾ അവിടെ അങ്ങനെയുള്ള ഒരു പ്രതിഷേധമൊന്നും കണ്ടില്ല. അതിനി നാളെയോ മറ്റന്നാളോ ഉണ്ടാകുമെന്നതിൻ്റെ സൂചനയും ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ മഞ്ജുഷ പറഞ്ഞത് തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം. അതായത് ഗവർണർ ചെയ്തത് ശരിയെന്ന് ഗവർണറും സർക്കാർ ചെയ്യുന്നത് ശരിയെന്ന് സർക്കാരും പറഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആത്യന്തികമായ ഒരു നിയമയുദ്ധത്തിലൂടെ പരമോന്നത കോടതി വരെ എത്തുന്ന ഒരു നിയമയുദ്ധത്തിലൂടെ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ. സർക്കാർ ഇപ്പോഴും വ്യാഖ്യാനിക്കുന്നത് ഞങ്ങൾ ചെയ്തത് ശരിയാണ്, ഞങ്ങൾ കൊടുത്ത പാനലിൽ എല്ലാവരും യോഗ്യതയുള്ളവരാണ്, അതിൽ നിന്ന് നിയമിക്കാൻ ഗവർണർ ബാധ്യസ്ഥനാണ് എന്ന് പറയുമ്പോൾ ഗവർണർ പറയുന്നു അതിനെയെല്ലാം അതിജീവിക്കുന്ന ഒരു ഉത്തരവാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്. അതുകൊണ്ട് സർക്കാർ ഈ നിയമനത്തിൽ ഇടപെടാൻ പാടില്ല, ചാൻസലർ എന്ന രീതിയിൽ ചാൻസലർക്കാണ് അധികാരമെന്ന് അദ്ദേഹം വാദിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം തർക്കമുണ്ടാകുമ്പോൾ നമ്മളുടെയൊക്കെ ജനാധിപത്യ സമ്പ്രദായം അനുസരിച്ച് മഞ്ജുഷെ അവസാനമായി പറയാൻ അധികാരമുള്ളത് ആരാണ്? കോടതിക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഹൈക്കോടതി വിധിയെയാണ് ഇവിടുത്തെ ബഹുമാനപ്പെട്ട അരുൺകുമാറൊക്കെ കൂടുതൽ ആധാരമാക്കി എടുത്തിരിക്കുന്നത്. കാരണം സിംഗിൾ ബെഞ്ച് പറഞ്ഞതും ഡിവിഷൻ ബെഞ്ച് പറഞ്ഞതും ഒക്കെ ഗവർണറുടേതായിട്ടുള്ള വാദങ്ങളൊക്കെ തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നു. എന്നാൽ അതിനേക്കാൾ വലിയ കോടതിയാണല്ലോ നമ്മുടെ സുപ്രീം കോടതി. അപ്പോൾ ഗവർണർ ആധാരമാക്കുന്നത് സുപ്രീം കോടതി വിധിയാണ്, എന്നാൽ സംസ്ഥാന സർക്കാർ ആധാരമാക്കുന്നത് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെയും ഡിവിഷൻ ബെഞ്ചിന്റെയും വിധിയാണ്. ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള തർക്കം. ഈ തർക്കം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ മഞ്ജുഷെ, ഇവിടെ ഇരിക്കുന്ന ആളുകളോ ഞാനോ ഇരുന്ന് സ്റ്റുഡിയോയിൽ ചെയ്യുന്ന ചർച്ച ചെയ്താൽ ഈ പ്രശ്നം ഒരിക്കലും പരിഹരിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അല്ല, ഇത് ഗവർണറും സർക്കാരും വിചാരിക്കണം, അവർ തമ്മിലൊരു ധാരണയിലെത്തണം. ഗവർണർ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ സർക്കാരിന് ഇഷ്ടമുള്ളവരെ നിയമിക്കുവാനാണ് താല്പര്യം, അത് പാർട്ടിക്കാരായിരിക്കും, അതുകൊണ്ട് ഞാൻ അതിന് വഴങ്ങുകയില്ല എന്ന് പറയുന്നു. അതേസമയം ഗവർണർ ആളുകളെ നിയമിക്കാൻ വരുമ്പോൾ തിരിച്ച് സർക്കാരും ആ രീതിയിൽ തന്നെ അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള പേരുകളാണ് എന്ന് പറയുന്നു. ആ ഒരു തർക്കമാണ് ശ്രീ കൃഷ്ണദാസ്. ഇത് എവിടെയും ചെന്ന്